Hi guys. So last class നമ്മൾ ഫസ്റ്റ് ടൈപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നെക്സ്റ്റ് ടൈപ്പാണ് കപ്പാസിറ്റർ റൺ ഇൻഡക്ഷൻ മോട്ടോർ. അപ്പോൾ ഇതിലെന്താ വരുന്നത്, നമ്മൾ കപ്പാസിറ്റർ വെറും ഇതിൽ ഫസ്റ്റ് നമ്മൾ പഠിച്ച മോഡൽ എന്തുമായിരുന്നു, ഒരു കപ്പാസിറ്റർ മാത്രം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഇവിടെയും അതുപോലെ തന്നെയാണ് വരുന്നത്, ചെറിയൊരു മോഡിഫിക്കേഷനേ വരുന്നുള്ളൂ. അതായത് നമ്മൾ അതിൽ കപ്പാസിറ്ററും ഒരു സെൻട്രിഫ്യൂഗൽ സ്വിച്ച് യൂസ് ചെയ്തു. പക്ഷേ ഇവിടെ എന്നുണ്ടെങ്കിൽ നമ്മൾ സെൻട്രിഫ്യൂഗൽ സ്വിച്ച് ഒന്നും യൂസ് ചെയ്യുന്നില്ല. സോ മറ്റേ ഫിഗർ പോലെ തന്നെയാണ് വരുന്നത്, പക്ഷേ നമ്മുടെ സ്വിച്ച് ഇല്ല. സോ IS IM സിംഗിൾ ഫേസ് AC സപ്ലൈ, മെയിൻ വൈൻഡിങ്, ഓക്സിലറി വൈൻഡിങ്, റോട്ടർ. This is used when the motor starts practically under no load condition. അതായത് നോ ലോഡ് കണ്ടീഷനിൽ മോട്ടോർ കറക്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന കേസ് വരുമ്പോഴത്തേക്കുമാണ് പ്രാക്ടിക്കലി, അതായത് സാധാ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന കണ്ടീഷൻ വരുമ്പോഴാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ഇൻ സച്ച് മോട്ടോർസ് നോ സെൻട്രിഫ്യൂഗൽ സ്വിച്ച് ഈസ് യൂസ് ടു ഡിസ്കണക്ട് ദ ഓക്സിലറി വൈൻഡിങ് ആൻഡ് സീരീസ് കപ്പാസിറ്റർ. അപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ള മോട്ടോഴ്സിൽ നമ്മൾ സെൻട്രിഫ്യൂഗൽ സ്വിച്ച് ഒന്നും യൂസ് ചെയ്യുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇത് പ്രാക്ടിക്കലി സാധാ കണ്ടീഷനിൽ തന്നെയാണ് സ്റ്റാർട്ടിങ്ങിൽ വർക്ക് ചെയ്യുന്നത്. സോ അവിടെ നമുക്ക് ഡിസ്കണക്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. സിൻസ് ദ കപ്പാസിറ്റർ ഈസ് സ്മാൾ, current through auxiliary winding during starting is small, therefore the starting torque is very low. ഇനി കപ്പാസിറ്റർ സിയുടെ വാല്യൂസ് വളരെ സ്മോൾ ആയതുകൊണ്ട് ഓക്സിലറി വൈൻഡിങ്ങിൽ കൂടെയുള്ള കറണ്ട് എന്തായിരിക്കും, സ്മോൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിംഗ് ടോർക്ക് വളരെ കുറവായിരിക്കും. ദേ ആർ ഓൾസോ കാൾഡ് ആസ് പെർമനൻറ്റ് സ്പ്ലിറ്റ് കപ്പാസിറ്റർ. അപ്പോൾ ഈ ടൈപ്പ് മോട്ടോഴ്സിനെ, അതായത് നമ്മുടെ കപ്പാസിറ്റർ റൺ ഇൻഡക്ഷൻ മോട്ടോറിനെ നമ്മൾ എന്ത് പറയും, പെർമനൻറ്റ് സ്പ്ലിറ്റ് കപ്പാസിറ്റർ മോട്ടർ എന്നും പറയാറുണ്ട്. ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് വന്നിട്ട് നമ്മുടെ ഫാൻസിൽ, ബ്ലോവേഴ്സിൽ, പിന്നെ അതർ ലോഡ്സ് റിക്വയറിങ് ലോ സ്റ്റാർട്ടിംഗ് ടോർക്ക്, അതിലൊക്കെയാണ് നമ്മൾ ലോ സ്റ്റാർട്ടിംഗ് ടോർക്ക് ആവശ്യമുള്ള ആപ്ലിക്കേഷൻസിലും ഫാൻസിലും ബ്ലോവേഴ്സിലും ഒക്കെയാണ് നമ്മൾ കപ്പാസിറ്റർ റൺ ഇൻഡക്ഷൻ മോട്ടർ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ടൈപ്പ് കപ്പാസിറ്റർ റൺ ഇൻഡക്ഷൻ മോട്ടർ. അപ്പോൾ നമ്മൾ കപ്പാസിറ്റർ സ്റ്റാർട്ട് ആദ്യം പഠിച്ചു, കപ്പാസിറ്റർ റണ്ണ് പഠിച്ചു. ഇനി രണ്ടും കൂടെ വരുന്നത് കപ്പാസിറ്റർ സ്റ്റാർട്ട്, കപ്പാസിറ്റർ റൺ ഇൻഡക്ഷൻ മോട്ടോർ. അത് നമ്മൾ നെയിം ഇൻഡിക്കേറ്റ് ചെയ്യുമ്പോൾ തന്നെയാണ്, രണ്ടിൻ്റെ കോമ്പിനേഷനാണ് ഇവിടെ വരുന്നത്. അതായത് കപ്പാസിറ്റർ സ്റ്റാർട്ടിൽ എന്തായിരുന്നു, ഒരു കപ്പാസിറ്ററും ഒരു സ്വിച്ചും ഉണ്ട്, അതാണ് ഇത്. ഇനി കപ്പാസിറ്റർ റണ്ണിൽ വെറും കപ്പാസിറ്റർ മാത്രം. സോ ഇത് രണ്ടും കൂടെ ചേർന്ന് വരുന്നതാണ് കപ്പാസിറ്റർ സ്റ്റാർട്ട്, കപ്പാസിറ്റർ റൺ ഇൻഡക്ഷൻ മോട്ടോർ. സോ നമ്മളിവിടെ കൊടുത്തു. ദെൻ IS IM സിംഗിൾ ഫേസ് സപ്ലൈ, ഇത് നമ്മുടെ വൈൻഡിങ്, ഇത് ഓക്സിലറി വൈൻഡിങ്, ഇത് റോട്ടർ. സോ ഇത് C1, ഇതെന്താ നമ്മുടെ C2, കപ്പാസിറ്റർ C2 ആൻഡ് സെൻട്രിഫ്യൂഗൽ സ്വിച്ച് S. പിന്നെ നമ്മുടെ C1 C2 പാരലായിട്ടായിരിക്കണം കണക്ട് ചെയ്തിരിക്കുന്നത്. The two capacitors C1 and C2 are connected in parallel. During starting, both the capacitors are included in the circuit. Starting ടൈമിൽ രണ്ട് കപ്പാസിറ്റേഴ്സിനെയും നമ്മുടെ സർക്യൂട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. After the motor picks up speed, the centrifugal switch opens and disconnects capacitor C2 from the circuit. അപ്പോൾ നമ്മുടെ മോട്ടോറിന് ആവശ്യമുള്ള സ്പീഡ് കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ സെൻട്രിഫ്യൂഗൽ സ്വിച്ച് ഓപ്പൺ ആവുകയും അത് നമ്മുടെ കപ്പാസിറ്റർ C2 സർക്യൂട്ടിൽ നിന്ന് ഡിസ്കണക്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. ദ ടു ഫേസ് ഓപ്പറേഷൻ റിസൾട്ട് ഇൻ ബെറ്റർ എഫിഷ്യൻസി. ഇങ്ങനെ ടു ഫേസ് ഓപ്പറേഷൻ ഉള്ളത് കാരണം അത് നമുക്ക് ബെറ്റർ എഫിഷ്യൻസിക്ക് കാരണമാവാറുണ്ട്. ദെൻ യൂസ് ഓഫ് കപ്പാസിറ്റർ ഫോർ റണ്ണിങ് കണ്ടീഷൻ ഇംപ്രൂവ്സ് ദ പവർ ഫാക്ടർ. അപ്പോൾ ഈ റണ്ണിങ് കണ്ടീഷനിൽ നമ്മുടെ കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത് പവർ ഫാക്ടർ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കും. ആപ്ലിക്കേഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കൺവേയേഴ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്, പമ്പ്സിൽ, പിന്നെ വന്നിട്ട് കംപ്രസറിലും, പിന്നെ അതർ ഹൈ ടോർക്ക് ലോഡ്സിലും ഒക്കെ നമ്മൾ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഷെയ്ഡഡ് പോൾ ടൈപ്പ് ഇൻഡക്ഷൻ മോട്ടോർ. ഇപ്പോൾ ഷെയ്ഡഡ് പോൾ ടൈപ്പ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ ഫിഗറാണിത്. സോ ഇതിവിടെ നമ്മുടെ ഷെയ്ഡിങ് ബാൻഡ് വരും. സോ ഇത് നമ്മുടെ സ്ക്വിറൽ കേജ് റോട്ടോ, ദെൻ ഇത് നമ്മുടെ സ്റ്റേറ്റർ.
അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ ഷെയ്ഡർ പോൾ ടൈപ്പിൽ തന്നെ ഞാൻ 4 പോൾ ടൈപ്പിൻ്റെ ഫിഗറാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. പോൾസ് എന്നത് ഇതൊക്കെയാണ് 1 2 3 4 4 പോൾസ് ഉണ്ട്. സോ 4 പോൾ ഷെയ്ഡർ പോൾ കൺസ്ട്രക്ഷൻ്റെ കൺസ്ട്രക്ഷനെ പറ്റിയാണ് പറയുന്നത്. ദിസ് ടൈപ്പ് ഓഫ് മോട്ടോർ കൺസിസ്റ്റ് ഓഫ് സ്ക്വിറൽ കേജ് റോട്ടർ ആൻഡ് സ്റ്റേറ്റർ കൺസിസ്റ്റിംഗ് ഓഫ് പ്രൊജക്റ്റിംഗ് പോൾസ്. അപ്പോൾ എന്താ വെച്ചാൽ ഈ ടൈപ്പ് മോട്ടറിൽ നമുക്കുള്ളത് ഒരു സ്ക്വിറൽ കേജ് റോട്ടറും സ്റ്റേറ്ററുമാണ്. അതിനകത്ത് പ്രൊജക്റ്റ് ചെയ്ത് വെച്ചിട്ട് പോൾസ് ഇരിപ്പുണ്ട്. ദ പോൾസ് ആർ ഷെയ്ഡഡ്. പോൾസിന് നമ്മൾ ഷെയ്ഡ് ചെയ്താണ് വെച്ചേക്കുന്നത്. ദാറ്റ് ഈസ് ഈച്ച് പോൾ ക്യാരീസ് എ കോപ്പർ ബാൻഡ് ഓൺ ഇറ്റ്സ് അൺഈക്വൽ. അതായത് ഓരോ പോളിനും ഒരു കോപ്പർ ബാൻഡ് അതിനകത്ത് ചുറ്റിയുണ്ട്. അത് നമ്മൾ അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷനാണ്, കറക്റ്റ് ഇത്ര എന്നൊന്നും ഇല്ല. അപ്പോൾ അത് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്? അൺഈക്വലി ഡിവൈഡഡ് പാർ കാൾ ഷെയ്ഡിങ് ബാൻഡ്. അപ്പോൾ നമ്മുടെ ഒരു കോപ്പർ ബാൻഡിൻ്റെ പുറത്ത്, അതായത് ഓരോ ഒരു പോൾ എടുത്തെന്ന് വെച്ചോ, അതിനകത്ത് ഒരു കോപ്പർ ബാൻഡ് അൺഈക്വൽ ഡിവൈഡഡ് പാർട്ടിൽ ചുറ്റി വെച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ ഷെയ്ഡിങ് ബാൻഡ് എന്ന് പറയുന്നത്. വെൻ സിംഗിൾ ഫേസ് സപ്ലൈ ഈസ് ഫെഡ് ടു ദ മെയിൻ വൈൻഡിങ് ആൻഡ് ഓൾട്ടർനേറ്റീവ് ഫ്ലക്സ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ പോൾ. അപ്പോൾ നമ്മളൊരു സിംഗിൾ ഫേസ് സപ്ലൈ നമ്മുടെ മെയിൻ വൈൻഡിങ്ങിലോട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഒരു ഓൾട്ടർനേറ്റീവ് ഫ്ലക്സ് പോളിൽ പ്രൊഡ്യൂസ് ആകും. എ പോർഷൻ ഓഫ് ദിസ് ഫ്ലക്സ് ലിങ്ക്സ് വിത്ത് ദ ഷെയ്ഡിങ് ബാൻഡ് ആൻഡ് ഇൻഡ്യൂസസ് വോൾട്ടേജ് ഇൻ ഇറ്റ്. അപ്പോൾ ഈ ഫ്ലക്സിൻ്റെ ഒരു പോർഷൻ നമ്മുടെ ഷെയ്ഡിങ് ബാൻഡുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ അതിനകത്തൊരു വോൾട്ടേജ് ഇൻഡ്യൂസ് ആകും. As the shading band is a short-circuited coil, large current flows through it. ഇനി നമ്മുടെ ഷെയ്ഡിങ് ബാൻഡ് എന്ന് പറയുന്നത് ഒരു ഷോർട്ട് സർക്യൂട്ടഡ് കോയിൽ ആയതുകൊണ്ട് തന്നെ വലിയ എമൗണ്ട് ഓഫ് കറണ്ട് അതിൽ കൂടെ ഫ്ലോ ചെയ്യും. The current in the shading band causes flux in the shading band to lag the flux in the unshaded portion of the pole. അപ്പോൾ ഈ ഷെയ്ഡിങ് ബാൻഡിലുള്ള കറണ്ട് കാരണം നമ്മുടെ ഷെയ്ഡിങ് ബാൻഡിലുള്ള ഫ്ലക്സ് എന്ത് ചെയ്യും? ലാഗ് ചെയ്ത് അൺഷെയ്ഡഡ് പോർഷൻ ഓഫ് ദ പോളിലോട്ട് ലാഗ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഇനി ഈ രണ്ട് ഫ്ലക്സസും കാരണം ഒരു സ്റ്റാർട്ടിംഗ് ടോർക്ക് അവിടെ പ്രൊഡ്യൂസ് ആവും. ഇനി ദ എഫിഷ്യൻസി ആൻഡ് സ്റ്റാർട്ടിംഗ് ടോർക്ക് ഓഫ് ദിസ് മോട്ടോർ ആർ പുവർ. ഈ മോട്ടോറിൻ്റെ എഫിഷ്യൻസിയും സ്റ്റാർട്ടിംഗ് ടോർക്കും വളരെ കുറവാണ്. ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? സ്മോൾ ഫാൻസിലും ടോയ് മോട്ടോഴ്സിലും റെക്കോർഡ് പ്ലേയേഴ്സിലും ഹെയർ ഡ്രയേഴ്സിലും ഒക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ടൈപ്പാണ് യൂണിവേഴ്സൽ മോട്ടോർ. ദീസ് ആർ സ്മോൾ കപ്പാസിറ്റി സീരീസ് മോട്ടോഴ്സ് which can be operated on DC supply or single phase AC supply of same voltage with similar characteristics. അപ്പോൾ നമ്മുടെ യൂണിവേഴ്സൽ മോട്ടോഴ്സ് എന്ന് പറയുന്ന ഒരു സ്മോൾ കപ്പാസിറ്റി സീരീസ് മോട്ടോറാണ്. അത് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്? ഒന്നുകിൽ DC സപ്ലൈയിൽ ഓപ്പറേറ്റ് ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? സിംഗിൾ ഫേസ് AC സപ്ലൈയിൽ ഓപ്പറേറ്റ് ചെയ്യും. പക്ഷേ എന്താ കണ്ടീഷൻ? വോൾട്ടേജ് സെയിം വോൾട്ടേജും പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് സിമിലറും ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മോട്ടറിനെ നമ്മൾ എന്താ പറയുന്നത്? ഹെൻസ് ദേ ആർ കാൾഡ് യൂണിവേഴ്സൽ മോട്ടോഴ്സ്. The working principle of this motor mainly depends on either the AC supply or DC supply. അപ്പോൾ ഈ മോട്ടറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഏതിനാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? ഒന്നുകിൽ AC സപ്ലൈ അല്ലെങ്കിൽ DC സപ്ലൈ ആണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് മാനുഫാക്ചർഡ് ഇൻ ടു ടൈപ്സ് ഓഫ് മാനുഫാക്ചറിങ് ഉണ്ട്. ഫസ്റ്റ് വൺ നോൺ കോമ്പൻസേറ്റഡ് ടൈപ്പ്, ദാറ്റ് ഈസ് ലോ പവർ റേറ്റിംഗ്. Then second one compensated type, that is high power rating. As the shading band is a short circuit, so first നമ്മൾ നോക്കാൻ പോകുന്നത് നോൺ കോമ്പൻസേറ്റഡ് ടൈപ്പ് ആണ്. സോ നമ്മളിവിടെ AC സപ്ലൈ കൊടുത്തു. ഇത് നമ്മുടെ മെയിൻ ഫീൽഡ്, ഇത് നമ്മുടെ ആർമേച്ചർ. അപ്പോൾ ഇതിനകത്ത് രണ്ട് പോൾസ് വരുന്നുണ്ട്. അതിനകത്ത് ഈ രണ്ട് പോൾസിനകത്തായിട്ടുള്ള എൻ്റയർ മാഗ്നറ്റിക് പാർട്ടിനെ നമ്മൾ ലാമിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി
Armature is wounded type similar to normal DC motor. Armature എന്ന് പറയുന്നത് നോർമൽ DC മോട്ടറിന് സിമിലർ ആയിട്ടുള്ള wounded type ആണ്. Then കോമ്പൻസേറ്റഡ് ടൈപ്പാണ് നെക്സ്റ്റ് പറയുന്നത്. ഇതിനകത്ത് എന്തോ ഒരു കോമ്പൻസേറ്റഡ് വൈൻഡിങ് ഉണ്ട്, ഒരു ആർമേച്ചർ ഉണ്ട്, ഒരു മെയിൻ ഫീൽഡ് വൈൻഡിങ് ഉണ്ട്. ഇനി ഇവിടെ നമ്മൾ കൊടുക്കുന്ന സപ്ലൈ എന്താണ്? AC അല്ലെങ്കിൽ DC സപ്ലൈ ആണ്. ഇനി കോമ്പൻസേറ്റഡ് ടൈപ്പ്, ദ മോട്ടോർ ഹാസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഫീൽഡ് വൈൻഡിങ് കൺസിസ്റ്റിംഗ് ഓഫ് മെയിൻ ഫീൽഡ് ആൻഡ് കോമ്പൻസേറ്റിംഗ് വൈൻഡിങ്. അപ്പോൾ നമ്മുടെ കോമ്പൻസേറ്റഡ് ടൈപ്പിനകത്ത് എന്തുകൊണ്ട്? ഡിസ്ട്രിബ്യൂട്ടഡ് ഫീൽഡ് വൈൻഡിങ് ഉണ്ട്. അതിനകത്ത് എന്തൊക്കെയുണ്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ഫീൽഡ് വൈൻഡിങ്ങിന്? ഒരു മെയിൻ ഫീൽഡും പിന്നെ ഒരു കോമ്പൻസേറ്റഡ് വൈൻഡിങ്ങും ഉണ്ട്. ദിസ് ഓൾസോ ഹാസ് എ വൂണ്ട് ആർമേച്ചർ സിമിലർ ടു നോർമൽ DC മോട്ടോർ. അപ്പോൾ ഇതിനകത്ത് ഒരു ആർമേച്ചറിന് ചുറ്റും വൂണ്ട് ആർമേച്ചർ, അതായത് നമ്മളെ കോയിൽ വൂണ്ട് ചെയ്ത ഒരു ആർമേച്ചർ ഉണ്ട്. അത് അതായത് നമ്മൾ നോർമൽ DC മോട്ടോർ പോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ദിസ് മോട്ടോർ സ്പീഡ് ഈസ് സ്മോൾ അറ്റ് ദ ഫുൾ ലോഡ് കണ്ടീഷൻ ആസ് വെൽ ആസ് എക്സ്ട്രീംലി ഹൈ അറ്റ് നോ ലോഡ് കണ്ടീഷൻ. അപ്പോൾ ഫുൾ ലോഡ് കണ്ടീഷനിൽ സ്മോളും നോ ലോഡ് കണ്ടീഷനിൽ ഹൈയും ആയിരിക്കും ഈ മോട്ടറിൻ്റെ സ്പീഡ്. ജനറലി ഗിയർ ട്രെയിൻസ് ആർ മെയിൻലി യൂസ്ഡ് ഫോർ ഗെറ്റിംഗ് ദ നെസസറി സ്പീഡ് ഓൺ ദ നെസസറി ലോഡ്സ്. അപ്പോൾ ഈ നമ്മളെ ഗിയർ ട്രെയിൻസ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? നെസസറി ലോഡിന് വേണ്ടിയിട്ടുള്ള കറക്റ്റായിട്ടുള്ള സ്പീഡ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ദീസ് മോട്ടോഴ്സ് ഇൻക്ലൂഡ് ഹൈ സ്പീഡ് ആസ് വെൽ ആസ് ഹ്യൂജ് സ്റ്റാർട്ടിംഗ് ടോർക്ക്. അപ്പോൾ ഇങ്ങനെയുള്ള മോട്ടോറിന് എന്തുവാ? ഹ്യൂജ് സ്റ്റാർട്ടിംഗ് ടോർക്കും വേണം, സ്പീഡും ഹൈ ആയിരിക്കണം. ദെൻ എഫിഷ്യൻസി ഈസ് നോട്ട് ഗുഡ് ഡ്യൂ ടു ഹൈ എഡി കറന്റ് ലോസ് ആസ് വെൽ ആസ് ഇഫക്റ്റ് ഓഫ് ലോ പവർ ഫാക്ടർ. അപ്പോൾ എഫിഷ്യൻസി ഇവിടെ ഗുഡല്ല. കാരണം എന്ന് വെച്ചാൽ എഡി കറന്റ് ലോസും ഇവിടെ ഉണ്ട്, മാത്രമല്ല പവർ ഫാക്ടർ ലോസും അല്ലെങ്കിൽ പവർ ഫാക്ടറിൻ്റെ എഫക്ട്സും ഉണ്ട്. ഇനി ആപ്ലിക്കേഷൻസ്, ദീസ് മോട്ടോഴ്സ് ആർ ആപ്ലിക്കബിൾ വേർ ദ കൺട്രോൾ ഓഫ് സ്പീഡ് ആൻഡ് ദ മോട്ടോർ സ്പീഡ് ഹൈ വാല്യൂസ് ആർ റിക്വയർഡ്. അപ്പോൾ എവിടെയൊക്കെയാണ് നമ്മൾ ഈ മോട്ടോർ യൂസ് ചെയ്യുന്നത്? സ്പീഡ് കൺട്രോൾ ആവശ്യമുള്ളിടത്തും പിന്നെ ഹൈ വാല്യൂസ് ഓഫ് മോട്ടോർ സ്പീഡ് ആവശ്യമുള്ളിടത്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. യൂസ്ഡ് ഇൻ ഹാൻഡി ഡ്രില്ലിംഗ് മെഷീൻസ്, വാക്വം ക്ലീനേഴ്സ്, ടേബിൾ ഫാൻസ് ആൻഡ് ഗ്രൈൻഡേഴ്സ്. അപ്പോൾ അതിലൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഹാൻഡി ഡ്രിൽ മെഷീനിൽ യൂസ് ചെയ്യുന്നുണ്ട്, ഹെയർ ഡ്രയറിൽ, വാക്വം ക്ലീനറിൽ, ടേബിൾ ഫാനിൽ, പിന്നെ ഗ്രൈൻഡേഴ്സിൽ. ദിസ് മോട്ടോർ ഈസ് യൂസ്ഡ് ഇൻ പോളിഷേഴ്സ്, കിച്ചൺ അപ്ലയൻസസ് ആൻഡ് ബ്ലോവേഴ്സ്. പോളിഷേഴ്സിലും കിച്ചൺ അപ്ലയൻസസിലും ബ്ലോവേഴ്സിലും എല്ലാം നമ്മൾ ഈ മോട്ടോർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ദ ഹയർ റേറ്റിംഗ് മോട്ടോഴ്സ് ആർ ആപ്ലിക്കബിൾ ഇൻ ബ്ലെൻഡേഴ്സ് ആൻഡ് പോർട്ടബിൾ ഡ്രിൽസ്. അപ്പോൾ നമ്മുടെ ബ്ലെൻഡേഴ്സിലും പോർട്ടബിൾ ആയിട്ടുള്ള ഡ്രിൽസിലും ഒക്കെ ഹൈ റേറ്റിംഗ് ഉള്ള മോട്ടോഴ്സ് വാങ്ങിച്ച് വയ്ക്കുന്നത്, ഈ ഹൈ റേറ്റിംഗ് ആയിട്ടുള്ള മോട്ടോഴ്സ് ആപ്ലിക്കബിൾ ആണ്. ദെൻ ഇക്വലൻറ്റ് സർക്യൂട്ട് ഓഫ് ഇൻഡക്ഷൻ മോട്ടറാണ് ഇത്. ഇതിൻ്റെ കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും നിങ്ങൾക്കില്ല, ജസ്റ്റ് ഈ ഫിഗർ പഠിച്ചു വയ്ക്കുക, അതിൻ്റെ ഓരോരോ ടേംസ് എന്തൊക്കെയാണെന്ന് അറിയുക. സോ ഇവിടെ നമുക്ക് ഐ കൊടുക്കുന്നു, പിന്നെ ഇവിടെ എത്തുമ്പോഴത്തേക്ക് അത് സ്പ്ലിറ്റ് ചെയ്ത് ഐനോട്ട് ഇങ്ങോട്ട് പോകുന്നുണ്ട്. ദെൻ ഇത് ഇവിടെ കൂടെ പോകുന്നത് IM, ഇത് IW, R0, X0, R1, X1, then E2 dash equal to E1, R2 dash equal to R2 by K square, then X2 dash equal to X square by K square, then RL dash equal to RL by K square. ഇതിൻ്റെ എക്സ്പ്ലനേഷനും കാര്യങ്ങളൊന്നും നിൽക്കില്ല, ഓരോ ടേംസ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞാൽ മതി. The equivalent circuit of a polyphase induction motor shown as in figure, where V1 is the applied voltage per phase, R1 is the stator resistance per phase, R2 rotor resistance per phase, X1 stator leakage reactance per phase, then K turn ratio of secondary and primary, then R0 no load resistance per phase, and X0 no load reactance per phase. So
താങ്ക് യു ഗൈസ്. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം.